السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على سيد الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം പ്രതീക്ഷിച്ച് അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് റമളാനിൻ്റെ ദിനരാത്രങ്ങളിൽ നോമ്പെടുക്കാനും ഇബാദത്തുകളിൽ ഏർപ്പെടാനും സാധിച്ച ആളുകളാണ് നമ്മൾ. അല്ലാഹു തആല നമ്മുടെ ഇബാദത്തുകളെല്ലാം, നമ്മുടെ ദുആകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും ഫുട്ബോൾ മാച്ചുകളൊക്കെ കാണാറുള്ള ആളുകളാണ്. ഫുട്ബോൾ മാച്ചുകൾ കാണാത്ത ആരും ഉണ്ടാവില്ല. എങ്ങനെയാണ് ഫുട്ബോൾ കളിക്കേണ്ടത് എന്നും എങ്ങനെയാണ് ഒരു ഫുട്ബോൾ മാച്ചിൽ ജയിക്കുക എന്നൊക്കെ വളരെ നല്ല രൂപത്തിൽ വൃത്തിയായിട്ട് അറിയുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഫുട്ബോൾ മാച്ച് കാണുകയാണ്. നമ്മളിങ്ങനെ ഫുട്ബോൾ മാച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി തനിക്ക് ഗോൾ അടിക്കാനുള്ള ഗോൾ പോസ്റ്റിൻ്റെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ വന്ന് നിന്നിട്ട് ആ പോസ്റ്റിൽ ഗോളിയില്ലാത്തൊരു പോസ്റ്റിൻ്റെ മുന്നിൽ ആ മനുഷ്യനിങ്ങനെ വന്ന് നിന്നിട്ട് ആ കാലുകൊണ്ട് വെറുതെ ഒന്ന് ആ പന്ത് തട്ടി ആ ഗോൾ പോസ്റ്റിൻ്റെ ഉള്ളിലേക്ക് ഇടാനുള്ള ഒരു സമയം, ആ സമയം കൃത്യതയോടുകൂടി വ്യക്തമായി ചിന്തിക്കാതെ ആ മനുഷ്യൻ എന്ത് ചെയ്തു? ആ പന്തടിച്ച് പുറത്തേക്ക് കളഞ്ഞു. അപ്പം നമ്മൾ സ്വാഭാവികമായും പറയുന്നൊരു വിഷയമുണ്ട്. അതെന്താണ്? ഇത്രയും വലിയ ഒരു ചാൻസ് കിട്ടിയിട്ട്, ഇത്രയും നല്ല ഒരു അവസരം കിട്ടിയിട്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്തില്ല? ഗോളടിച്ചില്ല നമ്മൾ പറയും. പിന്നെ ആ ചങ്ങായിക്ക് എപ്പോൾ പന്ത് കിട്ടിയാലും നമ്മൾ പറയുന്നത് ആ ചങ്ങായിനെ കൊണ്ടൊരു ഗുണമില്ല. അത് ഓപ്പൺ പോസ്റ്റിൽ ബോൾ ഇട്ടിട്ട് ആ ചങ്ങായി കാട്ടിക്കടിച്ച് കളഞ്ഞ മനുഷ്യൻ ഇനിയിപ്പോൾ അവൻ എന്തായാലും ഗോളടിക്കാനൊന്നും പോകില്ല. അവൻ്റെ കയ്യിൽ പന്ത് കിട്ടിയാൽ തന്നെ എന്ത് ചെയ്യും? നമ്മൾ പറയും അവനെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളൂല എന്ന് നമ്മൾ പറയും. സഹോദരങ്ങളെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ അവൻ ജീവിക്കുമ്പോൾ അല്ലാഹു തആല അവന് നൽകിയ അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അവസരമാണ് റമളാൻ എന്ന് പറയുന്നത്. ഒരു ഓപ്പൺ പോസ്റ്റിൽ ഒരു മനുഷ്യന് എത്ര എളുപ്പത്തിൽ ഒരു ഗോൾ അടിക്കാൻ കഴിയുമോ അതിനേക്കാൾ എളുപ്പത്തിൽ സ്വർഗത്തിന്റെ കവാടങ്ങളും തുറന്നു വെച്ചുകൊണ്ട്, ഇസ്തിഗ്ഫാറിന്റെ കവാടങ്ങൾ തുറന്നു വെച്ചുകൊണ്ട് അല്ലാഹു തആല കാത്തിരിക്കുന്ന ഒരു മാസമാണ് റമളാൻ എന്ന് പറയുന്നത്. ഏതു പ്രകാരമാണോ ആ ഗോളടിക്കാത്ത വ്യക്തിയെ നമ്മൾ കളിയാക്കാം, ഇതിലും വലിയൊരു അവസരം അവന് കിട്ടാനില്ല എന്ന് നമ്മൾ പറയും. ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ ഇനി എന്ത് അവസരം കിട്ടിയിട്ടും അവന് ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ല. ഇത് നമ്മൾ പറയണ ഒരു വർത്താനാണ്. സഹോദരങ്ങളെ, ഈ റമളാൻ എന്ന് പറയുന്നത് നമുക്ക് അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ അവസരം. ആ അവസരം ഉപയോഗപ്പെടുത്താത്തവൻ അവൻ വെറും ഒരു അവസരം പാഴാക്കിയവനെ പോലെ അല്ല അല്ലാഹു തആല കണക്കാക്കുക. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹദീസ് നമുക്കറിയാം. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞ സംഭവം നമുക്കറിയാം. മൻ അദ്റക ശഹ്റ റമളാൻ, ഒരു റമളാൻ മാസം അവനിലേക്ക് വന്നിട്ട് ഫലം യുഗ്ഫർ ലഹു, അവന് അല്ലാഹു തആല പുറത്തു കൊടുത്തില്ലെങ്കിൽ ദഖലൻ നാർ എന്നാണ്. അവൻ ആ അവസരം ഉപയോഗപ്പെടുത്താത്തവനാണ് എന്നോ ഇനി അടുത്ത അവസരത്തിൽ നോക്കാമെന്നോ അടുത്ത റമളാൻ വരട്ടെ എന്നോ അല്ല, അവൻ ദഖലൻ നാർ, അവൻ നരകത്തിലാണ് എന്നാണ്. റമളാൻ മാസം നമ്മളിലേക്ക് വന്നിട്ട് അല്ലാഹു തആല നമ്മുടെ ഇസ്തിഗ്ഫാറുകൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ, നമുക്ക് നല്ല രൂപത്തിൽ ഇസ്തിഗ്ഫാർ നടത്താൻ കഴിയുന്നില്ല എങ്കിൽ, നസൂഹായ തൗബ നമുക്ക് നടത്താൻ കഴിയുന്നില്ല എങ്കിൽ, നമ്മുടെ സംസാരങ്ങളിൽ മാറ്റം വരുന്നില്ല എങ്കിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ വ്യത്യാസങ്ങളില്ല എങ്കിൽ, ഈ റമളാനിന് മുമ്പുള്ള നമ്മളിലേക്കൊരു റമളാൻ വന്നു പോയി ആ റമളാനിന് മുമ്പുണ്ടായിരുന്ന നമ്മൾ വീണ്ടും ആ റമളാനിന് ശേഷമുള്ള ശവ്വാലിലേക്ക് നമ്മൾ വീണ്ടും ആ പഴയ മനുഷ്യനായിട്ട് പോവുകയാണ് എങ്കിൽ, ഈ റമളാനിൽ വെറുതെ നമ്മൾ പട്ടിണി കിടന്നതുകൊണ്ട്, വെറുതെ ഭക്ഷണം ഒഴിവാക്കിയത് കൊണ്ട്, വെറുതെ വെള്ളം ഒഴിവാക്കിയത് കൊണ്ട് സഹോദരങ്ങളെ ഒരു ഗുണവും നമുക്ക് ലഭിക്കാനില്ല എന്നാണ്. അതുകൊണ്ട് ഈ റമളാൻ എന്ന് പറയുന്നത് നമ്മുടെ നമസ്കാരങ്ങളെ ശരിയാക്കാൻ, നമ്മുടെ നമസ്കാരങ്ങളിൽ ഖുശൂ ഉണ്ടാകാൻ. മഗ്രിബ് നമസ്കരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കണം. 6 സുജൂദുകൾ ആ നമസ്കാരത്തിൽ കഴിഞ്ഞു. എത്ര സുജൂദുകളിൽ അള്ളാഹുവിനോട് ഒന്ന് സംസാരിക്കാൻ, ഒരു വാക്ക് അള്ളാഹുവിനോട് സംസാരിക്കാൻ. നമസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള മുനാജാത്താണ്, അള്ളാഹുവിനോടുള്ള സംസാരമാണ്.
ഇപ്പൊ കഴിഞ്ഞ മഗ്രിബ് നമസ്കാരത്തിൽ നമ്മൾ നോക്കുക, നമ്മുടെ മഗ്രിബ് നമസ്കാരത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. ഈ മഗ്രിബ് നമസ്കാരത്തിൽ എത്ര കണ്ട് എനിക്ക് അള്ളാഹുവിനോട് സംസാരിക്കാൻ കഴിഞ്ഞു? നമ്മളൊന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നമ്മൾ കൈകെട്ടി ഇമാം ഇങ്ങനെ ഫാത്തിഹയൊക്കെ ഓതി, നമ്മളൊരു ആമീനൊക്കെ പറഞ്ഞു, നമ്മൾ റുക്കൂയിൽ പോയി, നമ്മളൊരു സുജൂദിൽ പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മനുഷ്യൻ, ഒരു അടിമ, അള്ളാഹുവിന്റെ ഒരു അടിമ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തിരിക്കുന്നത് വഹുവ സാജിദൻ, അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ് എന്ന്. നമ്മുടെ റുക്കുവും സുജൂദും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നു? ഇപ്പൊ മഗ്രിബ് നിസ്കരിച്ചപ്പോ നമ്മുടെ റുക്കുവും സുജൂദും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നു? നമ്മളിപ്പോ റുക്കുവിൽ പോയ കണക്കിൽ തന്നെയാണ് നമ്മൾ ചിലപ്പോ സുജൂദിൽ പോയിട്ടുണ്ടാവുക. സുജൂദിലേക്ക് ചെന്നപ്പോ എന്തെങ്കിലും ഒരു ആവേശം നമുക്ക് സുജൂദിൽ ഉണ്ടായിരുന്നോ? അള്ളാഹുവിനോട് കൂടുതൽ അടുത്തതുപോലെ ഒരു തോന്നൽ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല എങ്കിൽ നമ്മുടെ റമളാനുകൾ കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് കൂടുതൽ അടുത്തില്ല എന്ന് നമ്മളോട് തന്നെ പറയേണ്ടി വരും. നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കുറ്റബോധത്തോടുകൂടി നമ്മൾ നിൽക്കേണ്ടി വരും. സഹോദരങ്ങളെ, അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാനുള്ള, അള്ളാഹുവിനോടുള്ള കണക്ഷൻ അത് കൂടുതലാക്കാൻ, അള്ളാഹുവിനോട് കൂടുതൽ കണക്ട് ചെയ്യാനുള്ള മാസമാണ് റമളാൻ എന്ന് പറയുന്നത്. നമ്മുടെ നമസ്കാരങ്ങളെ ശരിയാക്കാൻ ആ റമളാൻ മാസത്തിൽ നമുക്ക് കിട്ടിയ ഒരു ചൈതന്യം, ആ നമസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. എൻ്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച്, എൻ്റെ എല്ലാ വിഷയങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിനോട് സംസാരിക്കാൻ ഞാൻ വന്നിരിക്കുകയാണ്. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ആ അല്ലാഹു അക്ബറിന് ഒരു കനമുണ്ടാകണം, അതിനൊരു വെയിറ്റ് ഉണ്ടാക്കണം. നമ്മുടെ സുജൂദുകൾക്ക് ഒരു കനമുണ്ടാകണം. ഓരോ സുജൂദ് കഴിയുമ്പോഴും അള്ളാഹുവിനോട് പറയാനുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു തീർന്നില്ലല്ലോ, എനിക്ക് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കാനുണ്ടല്ലോ, എനിക്ക് അള്ളാഹുവിനോട് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനുണ്ടല്ലോ എന്നുള്ള തോന്നലുകളും നിരാശകളുമായിരിക്കണം സലാം വീട്ടുമ്പോൾ, നമസ്കാരം കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടത്. സഹോദരങ്ങളെ, അതിനുവേണ്ടി അള്ളാഹു ഒരുക്കി തന്ന സൗകര്യമാണ് റമളാൻ എന്ന് പറയുന്നത്. റമളാനിനെ സംബന്ധിച്ച് വിശദീകരിച്ച ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല റിവായത്തുകളിലും കാണാം, വസുൽസിലത്തി ശയാത്തീൻ, ശൈത്താന്മാരെ അള്ളാഹു തആല പിടിച്ചു കെട്ടി ഇട്ട് തന്നിരിക്കുന്നു എന്നാണ്. വതഗുല്ലു ഫീഹി ശയാത്തീൻ, അള്ളാഹു തആല ശൈത്താന്മാരെയൊക്കെ ചങ്ങലക്കിട്ട് നമുക്ക് പിടിച്ചു തന്നിരിക്കുക. ഏതുപോലെ നമ്മളൊരു ഗോൾ അടിക്കാൻ ചെല്ലുമ്പോൾ ആ ഗോളിനെ ഒരാൾ പിടിച്ചിങ്ങനെ മാറ്റുന്നുണ്ട്, ഗോളടിച്ചോ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആ രൂപത്തിൽ ശൈത്താന്മാരെ നമ്മുടെ ഇബാദത്തുകളിൽ നിന്നും നമ്മളെ തടയുന്ന, നമസ്കാരത്തിനെ തൊട്ട് നമ്മളെ തടയുന്ന, നമസ്കാരത്തെ തൊട്ട് നമ്മളെ അശ്രദ്ധരാക്കുന്ന, എല്ലാ ഇബാദത്തുകളെ തൊട്ടും എല്ലാ ഹറാമുകളെ തൊട്ടും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ആ ശൈത്താന്മാരെയൊക്കെ ചങ്ങലക്കിട്ട് അള്ളാഹു തആല നമുക്കൊരു സൗകര്യം ഒരുക്കി തന്നാണ് അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ. അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാനുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹു തആല ഒരു അവസരം നൽകിയിട്ട് ആ അവസരത്തെ ഉപയോഗപ്പെടുത്താത്ത ആളുകളായി നമ്മൾ മാറാൻ പാടില്ല. ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് ഇമാമുമാരെ പറയാം, ബലിൽ മുറാദ്, എന്താണ് അതിന്റെ ഉദ്ദേശം? അന്നഹും യദ്ഉഫൂന ഫീ റമളാൻ, അവര് റമളാനിൽ ദുർബലരാണ്. നമ്മളെ പഴയ പോലെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയണില്ല? ഹറാമുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. വലാ യഖ്ദിറൂന ഫീ അലാ മാ യഖ്ദിറൂന അലൈഹി ഫീ ഗൈരി റമളാൻ, റമളാൻ അല്ലാത്ത സമയത്തേതുപോലെ റമളാനിലല്ലാത്തപ്പോൾ അവർക്ക് എങ്ങനെയൊക്കെ നമ്മളെ പിടിച്ചു കെട്ടി നരകത്തിന്റെ ആളുകളാക്കി നമ്മളെ കൊണ്ടുപോകാൻ കഴിയുമോ ആ കഴിവ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഷെയ്ഖ് ഉസൈമീൻ റഹ്മഹുല്ലാ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയാം, വഹാദാ മിൻ മഊനത്തില്ലാഹ് ലിൽ മുസ്ലിമീൻ, ഇത് മുഅ്മിനീങ്ങൾക്കുള്ള, ഇത് മുസ്ലിമീങ്ങൾക്കുള്ള അല്ലാഹുവിന്റെ മഊനത്താണ്, അല്ലാഹുവിന്റെ സഹായമാണ്. ആ സഹായം ഹസബ അന്നഹും അദുവഹും, അവന്റെ ശത്രുവിനെ പിടിച്ചു കെട്ടിയിട്ട് കൊടുത്തിട്ടും അവന്റെ നമസ്കാരത്തിന് അവന് ശരിയാക്കാൻ കഴിയുന്നില്ല, അവന്റെ സ്വഭാവത്തിന് അവന് ശരിയാക്കാൻ കഴിയുന്നില്ല, അവന്റെ ദേഷ്യത്തെ അവന് പിടിച്ചു വെക്കാൻ കഴിയണില്ല, അവൻ ഹറാമുകളിലേക്കുള്ള അവന്റെ നോട്ടത്തെ അവന് പിടിച്ചു വെക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവന്റെ നോമ്പുകൾ എന്തിനാണ്? ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിലെ ഹദീസിന്റെ വിശദീകരണത്തിൽ പറയാ, ഇശാറത്ത് ഇലാ റഫ്ഇ ഉദ്രിൽ മുകല്ലഫ്, പ്രായപൂർത്തിയെത്തിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പറയാനുള്ള എല്ലാ ഉദറുകളും, എല്ലാ എക്സ്ക്യൂസുകളും ഇതോടുകൂടി അവസാനിച്ചു എന്നാ അവനോട് പറയപ്പെടും, കഅന്നഹു യുഖാലു ലഹു ഖദ് കുഫ്ഫത്തി ശയാത്തീനു അൻ, എനിക്ക് ശൈത്താന്മാരൊക്കെ പിടിച്ചു കെട്ടി തന്നില്ലേ? നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള, നിന്നെ ഹറാമുകളിലേക്ക് വലിക്കുന്ന, നിന്നെ എല്ലാ തെറ്റുകളിലേക്കും നിന്നെ പ്രേരിപ്പിക്കുന്ന, വസ്വാസ് ഉണ്ടാക്കുന്ന എല്ലാ ശൈത്താന്മാരും പിടിച്ചു കെട്ടി മാറ്റിയിട്ട് തന്ന് അള്ളാഹുവിനോട് അടുക്കാനുള്ള ഒരു അവസരം അള്ളാഹ് റമളാനിൽ തന്നിട്ട് ആ റമളാൻ നിനക്ക് ഉപയോഗപ്പെടുത്തി നിന്റെ നമസ്കാരങ്ങൾ ഖുശൂ ഉള്ളതാക്കാതിരിക്കാൻ നിനക്ക് എന്ത് കാരണം നിനക്ക് അള്ളാഹുവിനോട് ബോധിപ്പിക്കാനുണ്ട്? അള്ളാഹു തആല പറയും, ഫല, അതിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയാ, ഫല തഅ്തല്ല ബിഹിം ഫീ തറക്കി ത്വാഅതി വലാ ഫിഅലിൽ മഅസിയ, എന്നിട്ടും നീ തെറ്റുകാരനാണ്. അപ്പൊ പിന്നെ ഇനി ആരെ പറയാനുള്ളത്? നമ്മൾ നാളെ അവിടെ ചെല്ലുമ്പോൾ ശൈത്താന്മാരെ ചൂണ്ടിക്കാണിച്ച്, ഇബ്ലീസിനെ ചൂണ്ടിക്കാണിച്ചോട്ടെ, ഇവനാണ് എന്നെ തെറ്റിലേക്ക് നയിച്ചത്, ഇവനാണ് എന്നെ ഹറാമുകളിലേക്ക് നയിച്ചത്, ഞാൻ ഈ നരകക്കാരുടെ കൂട്ടത്തിൽ എത്തിപ്പെടാൻ അവനാണ് കാരണം എന്ന് പറയുമ്പോൾ അള്ളാഹ് ചോദിക്കും, നിനക്ക് റമളാൻ കിട്ടിയിട്ട് ഈ ശൈത്താനൊന്നും ഇല്ലാതിരുന്ന കാലത്തും നീ പഴയ പോലെ തന്നെയായിരുന്നു, ഈ റമളാനിന് മുമ്പുള്ള നീയും റമളാനിന് ശേഷമുള്ള നീയും ഒരുപോലെ തന്നെയായിരുന്നു, ആ അവസരത്തെ നീ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. സഹോദരങ്ങളെ, ഈ റമളാൻ എന്ന് പറയുന്നത്
ഈ റമദാനിന് മുമ്പുള്ള നമ്മളും ഈ റമദാനിന് ശേഷമുള്ള നമ്മളും ഒരുപോലത്തെ മനുഷ്യന്മാരാണെങ്കിൽ ഈ റമദാനിന് വെറുതെ നമ്മൾ പട്ടിണി കിടന്നു എന്ന് വേണം കരുതാൻ. വെറുതെ വെള്ളം ഒഴിവാക്കി പട്ടിണികളിരുന്ന് വെറുതെ കുറച്ച് കഷ്ടപ്പെട്ടു, ശരീരത്തെ കുറച്ച് ബുദ്ധിമുട്ടിച്ചു എന്നതല്ലാതെ അള്ളാഹുവിന് വേണ്ട. അള്ളാഹു അത്തരത്തിലുള്ള ഒരു നോമ്പ് ഒരാളുടെ അടുക്കൽ നിന്നും അല്ല പ്രതീക്ഷിക്കുന്നില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നത് തഖ്വയാണ്. ഹറാമുകളെ പരമാവധി വെടിയാൻ, മനസ്സിനെ ട്രെയിൻ ചെയ്യാൻ, നമ്മുടെ ശരീരങ്ങളെയും നമ്മുടെ മനസ്സുകളെയും ഒന്ന് ട്രെയിൻ ചെയ്ത് അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ. അത് നമ്മുടെ നമസ്കാരങ്ങളിലായാലും നമ്മുടെ എല്ലാ ഇബാദത്തുകളിലായാലും പുതിയ പുതിയ ഇബാദത്തുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന രൂപത്തിലാക്കാൻ ഈ റമദാൻ കൊണ്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ റമദാനുകളെ സംബന്ധിച്ച് നമ്മളോട് തന്നെ പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് റമദാൻ ഏകദേശം ഇപ്പോൾ അവസാന 10ലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും വിശുദ്ധ ഖുർആനുമായി അടുക്കാത്ത ആളുകളുണ്ടാവും. വിശുദ്ധ ഖുർആൻ കുറെയൊക്കെ പാരായണം ചെയ്ത് എവിടേക്കോ നിർത്തിവെച്ച ആളുകളുണ്ടാവും. ഖത്തം തീർക്കണം എന്ന് ആഗ്രഹിച്ച് തുടങ്ങി അവസാനിപ്പിച്ച ആളുകളുണ്ടാവും. വിശുദ്ധ ഖുർആനിനോട് കൂടുതൽ കണക്ട് ചെയ്യാൻ, വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളെ പഠിക്കാൻ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതുമ്പോൾ മനസ്സിൽ നിന്ന് ഭാരങ്ങൾ ഇറങ്ങിപ്പോകുന്നത് പോലെ ഒരു തോന്നലുണ്ടാകാൻ, ഒരു ടെൻഷനില്, വിഷമത്തില്, പ്രയാസത്തില്, അത് പരീക്ഷയാകട്ടെ, വീട്ടിലെ പ്രശ്നങ്ങളാകട്ടെ, പേഴ്സണൽ പ്രശ്നങ്ങളാകട്ടെ, എന്തുമാകട്ടെ, എല്ലാ പ്രശ്നങ്ങളുടെയും നടുവിലിരിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിന്റെ ഒരു പേജ് ഓതുമ്പോൾ മനസ്സിന് സമാധാനം ലഭിക്കുന്ന, മനസ്സിന് സക്കീനത്ത് ലഭിക്കുന്ന ഒരു അവസരത്തിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറണം. അതാണ് ഈ റമദാൻ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത്. ഖുർആനിനോട് കൂടുതൽ അടുക്കാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ, നമസ്കരിക്കുമ്പോൾ, സുജൂദുകൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക്, നമ്മുടെ മനസ്സിന് ശാന്തി കിട്ടും. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അഴിച്ചു വെച്ചതുപോലെ ആ സുജൂദ് കഴിഞ്ഞ് നമ്മളിങ്ങനെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ പ്രയാസങ്ങളെല്ലാം എവിടെയോ ഇല്ലാതെയായി പോയതുപോലെ അതൊക്കെ അള്ളാഹുവിനെ ഏൽപ്പിച്ച് സമാധാനം അടയുന്ന ഒരു ഹൃദയമായി നമ്മുടെ ഹൃദയം മാറണം. അതിനാണ് ഈ റമദാൻ. നമുക്ക് ഡയറ്റ് ചെയ്യാനോ, കുറെ നേരം ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ചെയ്യാനോ, നമ്മുടെ ശരീരം നന്നാക്കാനോ, പട്ടിണിയുടെ വില അറിയാനോ ഇതിനൊന്നും അല്ല റമദാൻ. അതുകൊണ്ട് റമദാനിനെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ആളുകളിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, ഒരു വിഷയം സൂചിപ്പിക്കാനുള്ളത്, ഈ വരുന്ന ഞായറാഴ്ച യുവപദം എന്ന ഒരു പ്രോഗ്രാം ഇവിടെ അസറിന് ശേഷം നടക്കുന്നുണ്ട്. പരമാവധി ആളുകൾ, നല്ല ഒരു ക്ലാസ്സാണ്, പരമാവധി ആളുകൾ ആ ക്ലാസ്സിലേക്ക് വരിക. അതിൽ നിന്ന് പരമാവധി ഇൽമുകൾ ഉൾക്കൊണ്ട് നമ്മുടെ ഈ റമദാനിന്റെ അവസാനത്തെ 10 ഇതുവരെ ആ 20 നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ടാവും. ആ അവസാനത്തെ 10 ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ആളുകളിൽ നമ്മൾ പെടണം. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണം, അതിനുവേണ്ടിയുള്ള നിയ്യത്ത് ഉണ്ടാകണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിനെ സംബന്ധിച്ച് റമദാൻ നമുക്ക് എത്ര വലിയ ഒരു അവസരമായിട്ടാണ് റബ്ബ് ഒരുക്കി തന്നത് എന്നും ആ അവസരം എത്ര കണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുവോ അത്രയേറെ അല്ലാഹു തആല നമ്മളോട് കൂടുതൽ അടുക്കുകയും ഇനിയും അതുപോലെയുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് അല്ലാഹു തആല എത്തിച്ചു തരും എന്നുള്ള ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കാം. സഹോദരൻ, ഈ റമദാൻ എന്ന് പറയുന്നത് ഈ ഇസ്ലാമിനെ കൊണ്ട് നടക്കാൻ, ഈ ഇസ്ലാമിനെ റെപ്രസെന്റ് ചെയ്യാൻ ഞാൻ അർഹനാണ് എന്ന് അള്ളാഹുവിനെ നമ്മൾ ബോധ്യപ്പെടുത്തുന്ന ഒരു അവസരമാണ്. അല്ലാഹു തആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ എണ്ണാൻ തുടങ്ങിയാൽ, എണ്ണി തിട്ടപ്പെടുത്താൻ തുടങ്ങിയാൽ, ലാ തുഹ്സുഹ, അത് നമുക്കൊരിക്കലും എണ്ണി തിട്ടപ്പെടുത്തി സോർട്ട് ചെയ്ത് ഇന്ന അനുഗ്രഹങ്ങൾ, ഇത്ര അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ് നമുക്കൊരിക്കലും അതിനെ തിട്ടപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നമ്മൾ തിരിച്ചു കാണിക്കുന്ന ഒരു നന്ദി, ആ നന്ദിയാണ് ഈ റമദാനിലൂടെ പരമാവധി ഇബാദത്തുകളിലൂടെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള രൂപത്തിൽ നമ്മൾ ചെയ്യണം. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയും സഹാബത്തിനെ പറ്റിയും വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വകാനു അഹഖു ബിഹാ വഅഹ്ലഹ എന്നാണ്. വകാനു, അവരായിരുന്നു അഹഖു ബിഹാ വഅഹ്ലഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും അഹഖു ബിഹാ, അതിന് അർഹരായിരുന്നു എന്നാണ്. അള്ളാഹുവിന്റെ സക്കീനത്തിനും അള്ളാഹുവിന്റെ സമാധാനത്തിനും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്കും അവർ അർഹരായിരുന്നു. ഈ ഇസ്ലാം അവരിലേക്ക് എത്താൻ അവർ അർഹത ഉള്ള ആളുകളായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു തആല അവർക്ക് സക്കീനത്ത് നൽകിയതും അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് ഉറപ്പ് നൽകിയതും. സഹോദരങ്ങളെ, ഈ ഇസ്ലാമിനെ കൊണ്ട് നടക്കാൻ ഞാൻ പ്രാപ്തനാണ്, ഈ ഇസ്ലാം അള്ളാഹുവെ ഞാൻ അർഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ച് അള്ളാഹുവിനോട് പറയുന്ന ഒരു പറച്ചിലാണ് ഈ റമദാനിൽ നമ്മൾ കാണിക്കുന്ന തഖ്വ എന്ന് പറയുന്നത്. ഞാൻ ഇതിന് അർഹനാണ് റബ്ബേ എന്ന്. എന്നാൽ ചില ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫരീഖൻ ഹജ, സൂറത്തുൽ അറാഫിൽ നമുക്ക് കാണാം, ഫരീഖൻ ഹജ, ചില ആളുകളെ അല്ലാഹു തആല ഹിദായത്തിലാക്കി. വഫരീഖൻ ഹഖ്ഖ അലൈഹിമുദ് ളലാല, ളലാലത്ത് അവരുടെ മേൽ ബാധ്യതയാണ് എന്നാണ്. ഹഖ്ഖ അലൈഹിമുദ് ളലാല, ളലാലത്ത് അവർ എരന്ന് വാങ്ങിയതാണ് എന്നാണ്, അവരതിന് അർഹരാണ് എന്നാണ്. അല്ലാഹു തആല കുറച്ച് ആളുകളെ പിടിച്ച് നരകത്തിന്റെ ആളുകളാക്കി മാറ്റി നിർത്തി.
കുറച്ച് സ്വർഗത്തിലെ ആളുകളെ പിടിച്ചുകൊണ്ട് മാറ്റി നിർത്തി. അല്ല, അതിന് അർഹത ഉണ്ട് എന്ന് അള്ളാഹുവിന് ബോധ്യപ്പെടുന്ന ആളുകൾക്കാണ് അള്ളാഹു തആല ഇസ്ലാം നൽകുക. വലാലത്തും അള്ളാഹു തആല ആ രൂപത്തിലാണ് ആളുകളിലേക്ക് അള്ളാഹു തആല എത്തിക്കുക. അതുകൊണ്ട് ഈ റമദാൻ എന്ന് പറയുന്നത് അള്ളാഹുവിനോട് കൂടുതൽ അടുപ്പം കാണിച്ചുകൊണ്ട് അള്ളാഹുവിനോട് കൂടുതൽ കണക്ട് ചെയ്യാനുള്ള ശ്രമങ്ങളിലൂടെ അള്ളാഹുവെ നീ തന്ന ഇസ്ലാം പല ആളുകൾക്കും ഈ ലോകത്തിന്റെ പല കോണുകളിലും പല ആളുകൾക്കും തിരിയാത്ത, മനസ്സിലാകാത്ത, ഗ്രഹിക്കാനാവാത്ത ഈ ഇസ്ലാം എന്ന് പറയുന്ന സന്ദേശം അള്ളാഹുവെ നീ എനിക്ക് തന്നതിൽ ഞാൻ തൃപ്തനാണ്, ഞാൻ അതിൽ അർഹനാണ് എന്ന് അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു അവസരമാക്കി ഈ റമദാനിനെ നമ്മൾ മാറ്റണം. നമുക്കറിയാം റമദാനിന്റെ ഉദ്ദേശം എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്കും നിങ്ങൾക്കും എന്താ നോമ്പ് നിർബന്ധമാണ്. എന്താണ് നോമ്പിന്റെ ഉദ്ദേശം? എന്താണ്? നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കണം, നിങ്ങൾ വെള്ളം കുടിക്കാതിരിക്കണം, നിങ്ങൾ പ്രയാസപ്പെടണം, നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ ബുദ്ധിമുട്ടിക്കണം. ഇതാണോ അതിന്റെ ഉദ്ദേശം? അല്ല. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ആളുകളായി മാറണമെന്നാണ്. നോമ്പിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തഖ്വയാണ്, അതല്ലാതെ വേറൊന്നുമല്ല. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ അറിയാതെ അവൻ വെള്ളം കുടിച്ചാൽ അവന്റെ നോമ്പ് മുറിയൂല. അറിയാതെ മറന്നുകൊണ്ട് അവൻ വെള്ളം കുടിച്ചാലോ ഭക്ഷണം കഴിച്ചാലോ അവന്റെ നോമ്പ് മുറിയൂല. എന്തുകൊണ്ടാണ്? അള്ളാഹ് ഉദ്ദേശിക്കണത് അതല്ല. അള്ളാഹ് ഉദ്ദേശിക്കുന്നത് തഖ്വയാണ്. എന്താണ് സഹോദരങ്ങളെ തഖ്വ എന്ന് പറഞ്ഞത്? വത്തഖ്വ ഹിയ ഇംതിസാലു മാ അമറല്ലാഹു ബി. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ തൊട്ട് അതിനോട് സ്നേഹം വെക്കുക, അതിനോട് ഹുബ്ബ് വെക്കുക, അതിനെ പിന്തുടരാനുള്ള ഒരു ആഗ്രഹം കാണിക്കുക. അല്ലാഹു തആലയുടെ ഹുദൂദുകൾ വജ്തിനാബു മാ നഹാ അൻഹു, അല്ലാഹു തആല നിശ്ചയിച്ച അതിർവരമ്പുകൾ അത് ലംഘിക്കാതിരിക്കലാണ്. അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങളെ അതുപോലെ തന്നെ ശിരസ വഹിക്കാൻ, അത് ചെയ്യാനുള്ള ഒരു താല്പര്യം, ഇബാദത്തുകൾ ചെയ്യാൻ, ഇബാദത്തുകൾ മുന്നേറാനുള്ള ഒരു താല്പര്യം, അതുപോലെ തന്നെ വജ്തിനാബു മാ നഹാ അൻഹു, അല്ലാഹു തആല വിരോധിച്ച കാര്യങ്ങൾ, അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ അത് ലംഘിക്കാതിരിക്കലാണ്. ഹറാമുകളെയും ഹലാലുകളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്തലാണ്. അതാണ് തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ തഖ്വ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ, ഇതിന് മുമ്പുള്ള സെഷനിൽ നമ്മൾ പറഞ്ഞതുപോലെ, ആ ശൈത്താന്മാരെല്ലാം അള്ളാഹ് ഇങ്ങനെ ഒതുക്കി മാറ്റി നിർത്തി. നിന്റെ ശൈത്താന്മാരുടെ ഇൻഫ്ലുവൻസ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ശൈത്താന്മാർ നിങ്ങളെ ഹറാമിലേക്ക് വിളിക്കൂല, ശൈത്താന്മാർ നിങ്ങളെ പ്രയാസത്തിലേക്ക് കൊണ്ടുപോകില്ല. ഇനി നിങ്ങൾ ഫ്രീ ആണ്, ഇനി നിങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നിട്ടും നമ്മൾ ഹറാമുകളിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് സഹോദരങ്ങൾ അള്ളാഹുവിനോട് നാളെ പറയാ ഈ ഇസ്ലാമിന് ഞാൻ അർഹനായിരുന്നുവെന്ന്? എല്ലാ ശൈത്താന്മാരെയും പിടിച്ചു കെട്ടി ചങ്ങലക്കിട്ട് തന്നിട്ടും ഹറാമുകൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നില്ല എങ്കിൽ, ഹറാമിന്റെ നോട്ടങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെ അള്ളാഹുവിനോട് നമ്മൾ നാളെ പറയും ഈ റമദാൻ കിട്ടിയിട്ട് റബ്ബേ എനിക്കത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ എങ്ങനെ പറയും? ഇമാം ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാഹ് അദ്ദേഹം തന്റെ തബ്സിറ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഒരു കൗല് പണ്ഡിതന്മാര് എടുത്തുദ്ധരിക്കുന്നുണ്ട്. റമദാൻ ആകുമ്പോൾ നമ്മൾ അത് ധാരാളമായി കൊണ്ട് കേൾക്കും. ലൗഖീല ലി അഹ്ലിൽ ഖുബൂർ, ഖബറിൽ കിടക്കുന്ന ആളുകളെ വിളിച്ചിട്ട് നിങ്ങൾ ചോദിക്കാം, ഖബറിൽ കിടക്കുന്ന ആളുകളെ വിളിച്ചിട്ട് നിങ്ങൾ ചോദിക്കാം, ചമന്നവും നിങ്ങൾ ആഗ്രഹിക്കും, ചമന്നവും നിങ്ങൾ ആഗ്രഹിക്കും, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം? ഈ ഖബറിൽ ഇങ്ങനെ കിടക്കുമ്പോ നിങ്ങളുടെ ജീവിതകാലത്ത് മുഴുവൻ ചെയ്ത അമലുകളൊക്കെ നിങ്ങൾ ഇങ്ങനെ വിലയിരുത്തുമ്പോൾ അതൊക്കെ പ്രകാശങ്ങളായിക്കൊണ്ട് നിങ്ങളുടെ ഖബറിലേക്ക് ഇങ്ങനെ വരുമ്പോ നിങ്ങൾ ചെയ്ത തെറ്റുകളെല്ലാം ഈ ഖബറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോ നിങ്ങൾ ആഗ്രഹിക്കും, ദുനിയാവിന്റെ എന്തെങ്കിലും നിങ്ങളൊന്ന് ആഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ റമദാൻ, അവര് സംശയമില്ലാതെ, ഒരു സംശയത്തിനും ഇടവരാതെ അവർ പറയും റമദാൻ, റമദാനിലെ ഒരു ദിവസം എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി എന്നാ. ഒരു ദിവസം എനിക്കൊരു റമദാൻ കിട്ടിയാൽ മതി എന്നല്ല, എനിക്കൊരു റമദാൻ മുഴുവൻ കിട്ടിയാൽ മതി എന്നല്ല, ഒരു റമദാനിലെ ഒരു ദിവസം യൗമമിൻ റമദാൻ അതെനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി എന്നാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ ചില ആളുകൾ നാളെ നിൽക്കും, ചില ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കും. വലൗ തറാ ഇതിൽ മുജ്രിമൂൻ, ചില തെറ്റുകാർ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നത് എങ്ങനെയാ? നാകിസു റൂസിഹിം, അവരുടെ തലകൾ ഇങ്ങനെ താഴ്ത്തി വെച്ച് കുറ്റബോധത്തിന്റെ ആളുകളായിക്കൊണ്ട്, നിരാശയുടെ ആളുകളായിക്കൊണ്ട് ചില ആളുകൾ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് അവരോട് അള്ളാഹുവിനോട് പറയുന്ന ഒരു സംസാരമുണ്ട്, റബ്ബന റബ്ബേ അബ്സർന, നിങ്ങളിപ്പോ കണ്ടു റബ്ബേ, റമദാനിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ കണ്ടു റബ്ബേ, റമദാൻ ഒഴിവാക്കിയവർക്കുള്ള ശിക്ഷ എന്താണെന്ന് കണ്ടു റബ്ബേ, ഇബാദത്തുകളുടെ പ്രതിഫലം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, ഹറാമുകൾ ചെയ്താലുള്ള ശിക്ഷ എന്താണെന്ന് ഞങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി, സ്വർഗം എന്തെന്ന് മനസ്സിലായി, നരകം എന്തെന്ന് മനസ്സിലായി. റബ്ബേ ഒന്ന് തിരിച്ചയക്ക്, റബ്ബേ ഒന്ന് തിരിച്ചയക്ക്, നഅമൽ സ്വാലിഹ, ഞങ്ങൾ അമൽ സ്വാലിഹാത്തുകൾ ചെയ്യാം, ഞങ്ങളെല്ലാം ചെയ്യാം റബ്ബേ. ഞങ്ങൾ നല്ല ദൃഢവിശ്വാസികളായി, ഞങ്ങൾ നല്ല ടോപ്പ് ആൾക്കാരായിക്കൊണ്ട് അള്ളാഹുവെ തിരിച്ചു വരാം എന്ന് പറയുന്ന ഒരു സംസാരമുണ്ട്. സഹോദരങ്ങളെ, ആ അവസരങ്ങൾ
നമ്മൾ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ തെറ്റുകൾ കാണുമ്പോൾ അള്ളാഹുവിനോട് റബ്ബെ ഒന്ന് തിരിച്ചയക്ക് റബ്ബെ അമലു സ്വാലിഹാത്തുകൾ ചെയ്യാൻ എന്ന് അവസരം ചോദിക്കുന്ന ആ അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ അവസരങ്ങളുടെ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. റമദാനിന്റെ അവസാനത്തെ 10ലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ മുതൽ ഇൻഷാ അല്ലാഹ് പള്ളികളിലെ ഖിയാമുൽ ലൈലുകൾ ആരംഭിക്കും. അവസാനത്തെ 10ഉം ലൈലത്തുൽ ഖദറും ഒക്കെ ചർച്ചയാകും. വാട്സപ്പ് സ്റ്റാറ്റസുകളിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ നമ്മൾ ലൈലത്തുൽ ഖദറിനെ പറ്റി കൂടുതൽ പഠിക്കും. അവസാന 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അരക്കെട്ട് മുറുക്കി കൂടുതലായി ഇബാദത്തുകൾ ചെയ്യാനും കൂടുതലായി സ്വതക്ക ചെയ്യാനും വേണ്ടി തുനിഞ്ഞിറങ്ങുമായിരുന്നു എന്നാണ്. കൂടുതലായി സ്വതക്കകൾ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് എന്ന് പറയുന്നത് അതിന്റെ റൂഫ് എന്താണ്? ഈത്തപ്പനയുടെ ഓലയാണ്. അതിന്റെ ഭിത്തികൾ എന്താണ്? ഈത്തപ്പനയുടെ ഓലയാണ്. അതിന്റെ ഫ്ലോർ എന്താണ്? ഫ്ലോർ തന്നെയില്ല, വെറും മണ്ണാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് എന്ന് പറയുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയും, എഴുന്നേറ്റ് നിന്നാൽ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നാൽ ആ മനുഷ്യന്റെ തല റൂഫിൽ തട്ടുമായിരുന്നു എന്നാണ്. ആ പാവത്തിന്റെ വീടതാണ്. എന്നിട്ടോ അടിച്ചു വീശുന്ന കാറ്റ് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്കകൾ ചെയ്യുമായിരുന്നു. എന്താണ് കാരണം? ആ റമളാനിന്റെ പ്രത്യേകത മനസ്സിലാക്കിയിരുന്നത് കൊണ്ടാണ്. റമളാനിന്റെ അവസാനത്തെ 10 ധാരാളം ഫദിലുകൾ, ലൈലത്തുൽ ഖദറിന് പുറമെ ധാരാളം ഫദിലുകൾ പണ്ഡിതന്മാർ ധാരാളമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി വരുന്ന ഈ രാത്രികൾ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. ഇത് ഇബാദത്തുകളിലൂടെ മാത്രമാണ് എന്ന ഒരു ചിന്തയും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഇബാദത്തുകൾ കൂടുതൽ ചെയ്യുക, കൂടുതലായി ഖുർആൻ പാരായണം ചെയ്യുക, കൂടുതലായി ദിക്റുകൾ ചെയ്യുക, അതിന് മാത്രമുള്ളതല്ല റമദാനും ഈ റമദാനിന്റെ ദിനരാത്രങ്ങളും. നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം നോമ്പിലായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ നോമ്പെടുക്കുന്നുണ്ട്, പലപ്പോഴും നമ്മുടെ ആമാശയങ്ങൾ മാത്രമാണ് നോമ്പിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുക. നമ്മുടെ ആമാശയങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നോമ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പണ്ഡിതന്മാര് നോമ്പിനെ വിശദീകരിക്കുന്നിടത്ത് പറയാ, യജിബു അലാ സ്വാഇമി, ഒരു നോമ്പുകാരൻ സ്വാഇമിന് യജിബു, അവന് വാജിബാണ്, അവന് നിർബന്ധമാണ്. എന്താണ് നിർബന്ധമായിട്ടുള്ളത്? അയ്യസൂമ ബിഐനൈഹി, അവന്റെ 2 കണ്ണുകളും നോമ്പെടുക്കണം എന്നാണ്. അവന് വാജിബാണ്, ഒരു നോമ്പുകാരന് വാജിബാണ് എന്ത്? അയ്യസൂമ ബിഐനൈഹി, അവന്റെ 2 കണ്ണുകൾ കൊണ്ട് അവൻ നോമ്പെടുക്കേണ്ടത് അവന് വാജിബാണ്. ഫലാ യൻദുറു ഇലാ മാ ലാ യഹിൽ, അവൻ ഹറാമായതിലേക്ക് നോക്കാതിരിക്കാൻ, ഹലാലല്ലാത്തതിലേക്ക് അവന്റെ നോട്ടങ്ങൾ പോകാതിരിക്കാൻ. ഹറാമായ ഒരു നോട്ടം, ഒരു അന്യപ്പെണ്ണിന്റെ ഔറത്ത്, ഹറാമായ ഒരു നോട്ടം, ആ തരത്തിലുള്ള നോട്ടങ്ങളെ തൊട്ട് അവന്റെ ദൃഷ്ടികളെ താഴ്ത്തുന്ന ഒരവസരം ഉണ്ടാകണം. അതാണ് അവന്റെ കണ്ണിന്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ. ആ കണ്ണിന്റെ നോമ്പും അവന് വാജിബാണ് എന്നാണ്. ആ കണ്ണിന്റെ നോമ്പ് അവന് വാജിബാൻ. അവിടെ കൊണ്ട് നിർത്തിയില്ല. അവന്റെ കേൾവിക്ക് നോമ്പുണ്ട്. അവന്റെ കേൾവിക്ക് നോമ്പുണ്ട്. എന്താണ് അവന്റെ കേൾവിയുടെ നോമ്പ് എന്ന് പറയുന്നത്? അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കുക, ആളുകൾ അനാവശ്യങ്ങൾ പറയുന്നത് കേൾക്കാതിരിക്കുക, സംഗീതങ്ങളെ തൊട്ട് ഒഴിവാക്കുക, എല്ലാ അനാവശ്യങ്ങളും കേൾക്കാതിരിക്കല്, ഗീബത്തുകള്, അനാവശ്യമായ കാര്യങ്ങൾ, ഇതൊക്കെ കേൾക്കാതിരിക്കൽ അവന്റെ ചെവിയുടെ നോമ്പാണ് എന്നാണ്. ഇപ്പൊ ഒരാളെ നോമ്പെടുക്കുന്നു, അതിന്റെ പകലുകളിൽ അവൻ സംഗീതം കേൾക്കുന്നു, അവൻ മ്യൂസിക്കുകൾ കേൾക്കുന്നു, അവന്റെ ചെവി നോമ്പെടുത്തിട്ടില്ല. അവന്റെ ആമാശയം നോമ്പെടുത്തു, ഒരുപക്ഷെ അവന്റെ നാവ് നോമ്പെടുത്തു, അവന്റെ ചെവി നോമ്പെടുത്തിട്ടില്ല. ഇതൊക്കെ അവന് വാജിബാണ് എന്ന. അവന്റെ നാവിന് നോമ്പുണ്ട്, അവന്റെ നാവിനെ തൊട്ട് അവൻ സൂക്ഷിക്കണം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, റസൂലേ, എനിക്ക് കുറെ അമലുകൾ പറഞ്ഞതാ, എനിക്ക് സ്വർഗത്തിലേക്ക് അടുക്കാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള ഒരുപാട് അമലുകൾ റസൂലെ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം അമലുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. നമസ്കാരങ്ങൾ ശ്രദ്ധിക്കുക, സുജൂദുകൾ വർദ്ധിപ്പിക്കുക, ദിക്റുകൾ ചൊല്ലുക, സ്വതക്കകളെ തൊട്ട് ധാരാളം കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇതിന്റെയൊക്കെ ഉസൂൽ എന്താണെന്ന് മുആദ് നിനക്കറിയോ? ഇതിന്റെ ഉസൂൽ എന്താ അറിയോ? ഈ പറഞ്ഞതിന്റെ എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്താണ് എന്ന് നിനക്കറിയുമോ? നമ്മൾ പറഞ്ഞു വന്നത്, നോമ്പ് എന്ന് പറയുന്നത് കേവലം അവന്റെ ആമാശയത്തിന് മാത്രം ഉള്ള ഒരു ഇബാദത്തായി നമ്മൾ കണക്കാക്കൽ. നോമ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേൾവിക്കും നമ്മുടെ കാഴ്ചക്കും നമ്മുടെ നാവിനും ഒക്കെ നോമ്പുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കും. നമ്മുടെ ജീവിതത്തിൽ ക്ഷമ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു അവസരമാക്കി ഈ നോമ്പിനെ നമ്മൾ മാറ്റണം. നമ്മൾ പലപ്പോഴും നോമ്പെടുത്തിരിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും നമ്മളെ ചീത്ത പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും? നോമ്പാണ്, നോമ്പൊന്ന് കഴിഞ്ഞോട്ടെ എന്ന ഒരു സംസാരം പലപ്പോഴും നമ്മുടെ നാവിൽ നിന്ന് വരും. നോമ്പൊന്ന് കഴിഞ്ഞോട്ടെ, നോമ്പൊന്ന് തുറന്നോട്ടെ. അല്ലെങ്കിൽ ചില ആളുകൾ പറയും റമദാൻ മാസം ഒന്ന് കഴിഞ്ഞോട്ടെ, ചില കണക്കുകളൊക്കെ തീർക്കാനുണ്ട് എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. സഹോദരങ്ങളെ, ഈ റമദാനിൽ നമ്മൾ കാണിക്കുന്ന സൂക്ഷ്മത എന്ന് പറയുന്നത് അത് ഈ റമദാനിലേക്ക് മാത്രം കാണിക്കാനുള്ള ഒരു സൂക്ഷ്മതയല്ല. ലഅല്ലക്കും തത്തഖൂൻ,
നിങ്ങൾ ചക്കുവയുള്ളവരാവണം എന്ന് പറഞ്ഞത് അത് നോമ്പുകാരന് മാത്രം എക്സ്ക്ലൂസീവായ നോമ്പുകാരന് മാത്രം അവന്റെ മേലുള്ള ഒരു കാര്യമല്ല ചക്കുവ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അവന്റെ നാവിനും അവന്റെ കണ്ണിനും അവന്റെ കേൾവികൾക്കുമൊക്കെ നോമ്പുണ്ട്. അതൊക്കെ അവന് വാജിബാണ്. ഇതൊന്നുമില്ലാത്ത ഒരു നോമ്പ് എന്ന് പറയുന്നത്, ഒരു പട്ടിണിയുടെ മാത്രം നോമ്പ് എന്ന് പറയുന്നത്, അത് നമ്മുടെ ഭാഗത്തു നിന്ന് സഹോദരങ്ങളെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള. മഹാനാ ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഒരു ഖൗല്, ഇദാ സുംത ഫൽയസും, നിങ്ങൾ നോമ്പെടുക്കുകയാണെങ്കിൽ ഫൽയസും ശംഉക, നിങ്ങളുടെ കേൾവികൾ നോമ്പെടുക്കട്ടെ, നിങ്ങളുടെ കാതുകൾ നോമ്പെടുക്കട്ടെ, വബസറുക, നിങ്ങളുടെ കാഴ്ചകൾ നോമ്പെടുക്കട്ടെ, നിങ്ങളുടെ കണ്ണുകൾ നോമ്പെടുക്കട്ടെ, വലിശാനുക, നിങ്ങളുടെ കണ്ണുകളും കാഴ്ചകളും കേൾവികളും ഇതെല്ലാം നോമ്പെടുക്കട്ടെ, നിങ്ങളുടെ നാവുകളും ഒക്കെ നോമ്പെടുക്കട്ടെ, വൽയകുൻ അലൈക വഖാറുൻ വസകീനത്തുൻ, നിങ്ങൾക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാകണം. ഈ റമദാൻ കൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് അതാണ്. നിങ്ങളുടെ നമസ്കാരങ്ങളെ തൊട്ട്, നിങ്ങളുടെ ഇബാദത്തുകളെ തൊട്ട്, നിങ്ങളുടെ നാവുകളെ തൊട്ട്, നിങ്ങളുടെ സ്വഭാവങ്ങളെ തൊട്ട്, നിങ്ങളുടെ പെരുമാറ്റങ്ങളെ തൊട്ട് നിങ്ങൾക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാകണം. വസകീനത്തുൻ, നിങ്ങൾക്കൊരു സമാധാനവും മനസ്സിനൊരു കാംനെസ് ഒക്കെ ഉണ്ടാവണം. തവക്കുലുള്ള ആളുകളായിട്ട് മാറണം. വലാ തജ്അൽ യൗമൻ, ശ്രദ്ധിക്കണം കേട്ടോ, അദ്ദേഹം പറയാം, വലാ തജ്അൽ, നിങ്ങൾ ആക്കരുത് എന്ത് യൗമ ഫിത്രിക്, നിങ്ങൾ സാധാരണ ദിവസങ്ങളുണ്ടല്ലോ, റമദാൻ അല്ലാത്ത സാധാരണ ദിവസങ്ങൾ, വയൗമ സൗമിക സവാ, ഇത് രണ്ടും ഒരുപോലെ അവരെ. നോമ്പെടുത്ത ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ചൈതന്യം എന്ന് പറഞ്ഞാൽ അത് വേറൊന്നാണ്. അയാളുടെ ഒരു നൂറ് എന്ന് പറഞ്ഞാൽ അയാളുടെ മുഖത്തുണ്ടാകുന്ന ഒരു നൂറും അയാളുടെ ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ആയിരിക്കണം. ഇനി അതൊന്നും ഇല്ലാതെ ഭക്ഷണം മാത്രം ഒഴിവാക്കുന്ന ഒരു നോമ്പായി നമ്മുടെ നോമ്പ് മാറരുത് സഹോദരങ്ങളെ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ സ്വഭാവങ്ങളെ സംശുദ്ധീകരിക്കാൻ, നമ്മുടെ സംസാരങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു അവസരമാക്കി ഈ നോമ്പിനെ നമ്മൾ മാറ്റണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഏറ്റവും വലിയ ഉത്തമമായ മാതൃക കാണിച്ചു തന്നിട്ടുള്ളത് ആ വിഷയത്തിലാണ്. വിശുദ്ധ ഖുർആനിനെ നമ്മൾ കൂടുതലായി പഠിക്കണം. നമ്മുടെ സ്വഭാവം ശരിയാണെങ്കിൽ വിശുദ്ധ ഖുർആനിനോട് നമ്മൾ കൂടുതൽ അടുക്കണം. വിശുദ്ധ ഖുർആൻ മുഴുവൻ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. വഖൂലു ഖൗലൻ സദീദ വഖുൽ ലഹും ഖൗലൻ മഅറൂഫ വഖൂലു ഖൗലൻ മഅറൂഫ. എല്ലാ വിഷയങ്ങളിലും എപ്പോഴും നമ്മളെല്ലാ കുത്തുബകളിലും ഒക്കെ ഇങ്ങനെ കേൾക്കുന്ന നല്ല വർത്തമാനങ്ങൾ പറയും, നല്ല സംസാരങ്ങൾ, നിങ്ങളുടെ പെരുമാറ്റങ്ങൾ ശരിയാകുക, ഇതൊക്കെയാണ് നോമ്പിന്റെ ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. ഇതൊന്നും ശരിയാകാതെ നോമ്പിനെ നമ്മൾ കേവലം നമ്മൾ പരമാവധി കുറെ ഖുർആനൊക്കെ ഓതി, കുറെ ദിക്റുകളൊക്കെ ചൊല്ലി, പക്ഷെ നമ്മുടെ സ്വഭാവത്തിനൊന്നും മാറ്റില്ല. നമ്മുടെ നാവൊക്കെ പഴയ പോലെ തന്നെയാണ്, അവനോട് സംസാരിക്കാൻ കൊള്ളൂല എന്ന് പറഞ്ഞൊരു കോലം റമദാൻ വന്നങ്ങോട്ട് പോകുമ്പോൾ ആ റമദാൻ അവനെ വല്ലാതെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളോട് സ്വയം പറയാൻ കഴിയണം, ആ റമദാനോട് കൂടി 2025 ആ ഒരു റമദാനോട് കൂടി എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി, എൻ്റെ ജീവിതത്തിൽ വിത്ർ നമസ്കാരങ്ങൾ പതിവായി. ഈ റമദാൻ കഴിയുമ്പോഴേക്ക് വിത്റുകളെ അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ തഹജ്ജുദുകളെ അവസാനിപ്പിക്കുന്ന ഒരു രംഗം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. എല്ലാ ദിവസം കഴിയുമ്പോഴും, എല്ലാ ദിവസവും ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു റക്അത്തെങ്കിലും ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് മിനിമം 3 റക്അത്തെങ്കിലും, അതെങ്കിലും ഒരു വിത്രെങ്കിലും നമസ്കരിച്ചിട്ട് കിടക്കുന്ന ഒരു ശീലം അത് ഈ റമദാനോട് കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. വല്ലപ്പോഴും ഒക്കെ ആഴ്ചയിൽ ഒരു നോമ്പെങ്കിലും, ഈ മാസത്തിൽ ഒരു 2-3 സുന്നത്ത് നോമ്പുകളെങ്കിലും എടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറണം. അല്ലാതെ ഈ ഇബാദത്തുകളെല്ലാം കൊണ്ടുപോയി ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് പോലെ, ഒരു സീലടിക്കുന്നത് പോലെ എല്ലാ ഇബാദത്തുകൾക്കും ഫുൾ സ്റ്റോപ്പ്. ഇനി ഖുർആൻ പഠനമില്ല, ഖുർആൻ ഖത്തം തീർക്കലില്ല, ഖുർആൻ ഓതലില്ല, വിത്റുകളില്ല, ഇതൊന്നുമില്ലാത്ത ഒരു അവസരത്തിലേക്ക് നമ്മുടെ റമദാൻ കഴിഞ്ഞു മാറിയാൽ റമദാൻ കൊണ്ട് കാര്യമില്ല എന്നാ പണ്ഡിതന്മാര്. ഒരാളുടെ റമദാൻ, ഒരു മനുഷ്യന്റെ റമദാൻ അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ആ മനുഷ്യൻ എങ്ങനെ അറിയാം? പണ്ഡിതന്മാരോട് ചോദിക്കപ്പെടാൻ, എന്റെ റമദാൻ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ എങ്ങനെ അറിയും? അപ്പൊ പണ്ഡിതന്മാർ അതിന് മറുപടി കൊടുക്കുന്നത് എങ്ങനെ അറിയും? റമദാൻ കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ അവസരം നോക്കിയാൽ മതി. റമദാൻ കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ അവസ്ഥ എന്താ? ദിക്റുമില്ല, ദുആഇല്ല, പഴയ സ്വഭാവം, ആ ഒരു വല്ലാത്ത ദേഷ്യം പിടിച്ചൊരു സ്വഭാവം, ആ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു സ്വഭാവം, ആ സ്വഭാവവും സംസാരം ഇതൊക്കെ പഴയ പോലെ തന്നെ ആണെങ്കിൽ നിന്റെ റമദാൻ അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. കാരണം റമദാനിൽ മാത്രം ഒരു പ്രത്യേക തഖ്വ അതില്ല, റമദാനിൽ മാത്രം കുറച്ച് ഹറാമുകൾ അതില്ല. റമദാനിന്റെ കുറച്ച് ചെറുത്തുകൾ, നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കണം അതിന്റെ പകലിൽ. അതല്ലാതെ റമദാനിൽ മാത്രം കാണിക്കുന്ന ഒരു തഖ്വ, റമദാനിൽ മാത്രം ഹറാമുകൾ ഒഴിവാക്കുക, അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ഈ റമദാൻ എന്ന് പറയുന്നത് നമ്മളെ ട്രെയിൻ ചെയ്യാനുള്ളതാണ്. നമ്മുടെ സ്വഭാവത്തെ, നമ്മളോട് ആരെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിച്ചാലും തിരിച്ചങ്ങോട്ട് നല്ല രൂപത്തിൽ സംസാരിക്കാൻ, അല്ലേ? അങ്ങനെ വേണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് പറയുന്നത്, റസൂലുള്ളാഹിനോട് ഒരാള് കച്ചറ ഉണ്ടാക്കാൻ വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് മാന്യമായിട്ട് അവർക്ക് മറുപടി കൊടുത്തിരുന്നതാണ്. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ എന്നാണ്. വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ, നല്ലതും ചീത്ത ഒരിക്കലും ഒരുപോലെ ആവൂല. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, നിങ്ങൾ ചീത്തയെ എതിർക്കേണ്ടത് നല്ലത് കൊണ്ടാണ്. നമ്മൾ പലപ്പോഴും നമ്മളൊരാൾ ചീത്ത പറയാ, നമുക്ക് വഴിയിൽ നമ്മുടെ വണ്ടി ഒരാളെന്ന് ഉരച്ചോണ്ട് പോയി, ഏതെങ്കിലും അവസരങ്ങളാകട്ടെ, നമുക്ക് ദേഷ്യം തോന്നുന്ന ഒരു അവസരത്തിൽ, അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങോട്ട് മോശം സംസാരിച്ച ഒരാളോട് നല്ലത് സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇനി എന്നോട് ഇങ്ങോട്ട് നല്ലതുപോലെ സംസാരിച്ചാലേ ഞാനും തിരിച്ച് നല്ലപോലെ സംസാരിക്കുള്ളൂ എന്ന് പറയാൻ ഒരാൾ മുസ്ലിം ആവേണ്ട ആവശ്യമുണ്ടോ?
അതിനവന് മതം പോലും വേണ്ട. ഏത് നിരീശ്വരവാദിക്കും പറ്റും, ഏത് യുക്തിവാദിക്കും പറ്റും. എന്നോട് നല്ലപോലെ സംസാരിച്ചാൽ ഞാനും തിരിച്ച് നല്ലപോലെ സംസാരിക്കും. ഞാനും എന്നോട് നല്ലപോലെ ആണെങ്കിൽ ഞാനും തിരിച്ച് നല്ലപോലെയാണ്. എന്നോട് കച്ചറാണെങ്കിൽ ഞാൻ അതിനേക്കാളും മോശമാണ്. ഇതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്കിൽ അതിന് നമ്മൾ മുസ്ലിം ആവേണ്ട ആവശ്യമൊന്നുമില്ല. ആർക്കും പറ്റും. എന്നോട് നല്ലപോലെ സംസാരിച്ചാൽ ഞാനും തിരിച്ച് നല്ലപോലെ സംസാരിക്കും. എന്നോട് കച്ചറാണെങ്കിൽ ഞാൻ അതിനും വലിയ കച്ചറൻ. ഇത് പറയാൻ മുസ്ലിം ഒന്നും ആവണ്ട, ഇത് പറയാൻ ഒരു ദീനും വേണ്ട. ഇത് ആർക്കും പറ്റും, ഇതേത് മനുഷ്യനും പറ്റും, ഇത് മൃഗങ്ങൾക്കും പറ്റും. അതുകൊണ്ട് നമ്മളോട് ഇങ്ങോട്ട് മോശം സംസാരിക്കുമ്പോൾ, നമ്മളോട് ഇങ്ങോട്ട് മോശം പെരുമാറ്റം ഉണ്ടാകുമ്പോൾ, നമുക്ക് ദേഷ്യം വരുന്ന അവസരങ്ങളിൽ നമ്മുടെ ദേഷ്യത്തെ പിടിച്ചു വെക്കാൻ ഈ റമദാൻ നമ്മളെ സഹായിക്കണം. അതിനാണ് അള്ളാഹു ശൈത്താന്മാരെയൊക്കെ പിടിച്ചു കെട്ടി നമുക്ക് തന്നത്. എന്നിട്ടും നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ദേഷ്യങ്ങളിൽ വ്യത്യാസമില്ല. നമ്മളിപ്പോഴും ദേഷ്യം വരുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന ആളാണ് എങ്കിൽ നമ്മുടെ റമദാൻ നമുക്ക് ഉപയോഗം വന്നിട്ടില്ല. ആ റമദാൻ ഒന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നമ്മുടെ സ്വഭാവങ്ങളെ റെഡിയാക്കാൻ, നമ്മുടെ സംസാരങ്ങളെ റെഡിയാക്കാൻ. ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവണം. ആളുകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്വഹാബികൾക്കൊക്കെ വിഷമം ഉണ്ടാകുമ്പോൾ, ഒരു പ്രയാസം മനസ്സിലുണ്ടാകുമ്പോൾ ഓടി റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്ന് കുറച്ചു നേരം വർത്താനം പറയും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരുന്ന് കുറച്ചു നേരം സംസാരിച്ചാൽ ഒരു പ്രതീക്ഷയാണ്, ഒരു സമാധാനമാണ്, അവിടെ ഒരു റഹ്മത്താണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം അങ്ങനെയാണ്. ആരെന്ത് സംസാരിച്ചാലും അവർക്ക് ഏറ്റവും നല്ല രൂപത്തിൽ മറുപടി കൊടുക്കുന്ന ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കാൻ നമ്മൾ ആരംഭിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്ന് പറയുന്ന ഒരു കംപ്ലൈന്റ് ഉണ്ട്. ഇത്തഖദു, ഒരു കൗമിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഹാദൽ ഖുർആന മഹ്ജൂറ, ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. ഇവർ വിശുദ്ധ ഖുർആനിനെ അവഗണിച്ച ആളുകളാണ്, വിശുദ്ധ ഖുർആനിനെ അവോയ്ഡ് ചെയ്ത ആളുകളാണ്. എന്നിട്ടോ അതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം, ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ പറയാം, പ്രത്യക്ഷത്തിൽ ഈ ആയത്ത് എന്ന് പറയുന്നത് മക്കാ മുശ്രിക്കുകളായ ആളുകളുടെ വിഷയത്തിൽ അവതരിച്ചതാണ്. അവർ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കുമ്പോൾ തിരിച്ച് കളിയാക്കിക്കൊണ്ടും ഇത് വിശുദ്ധ ഖുർആൻ അള്ളാന്റെ വചനം എന്നല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തിരിച്ച് കളിയാക്കി പരിഹസിച്ചൊക്കെ പറയുന്ന വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത്. പക്ഷെ അദ്ദേഹം വിശദീകരിക്കാൻ, ഇത് ഹിഫ്ള് ചെയ്യാത്ത ആളുകൾ, ഇതിനെ തദബ്ബുർ ചെയ്യാത്ത ആളുകൾ, ഇതിനെക്കുറിച്ച് പഠിക്കാത്ത ആളുകൾ, അതിനെ ഇൽമു നേടാത്ത ആളുകൾ, ഐദമിൻ ഹുജ്റാനി, അവരും ഇത് ഒഴിവാക്കിയ ആളുകളെ പോലെ തന്നെ ഇത് ഹിഫ്ളാക്കാത്ത, വിശുദ്ധ ഖുർആനിനെ പഠിക്കാത്ത, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഇൽമു നേടാത്ത, അതിന്റെ ഒരു ആയത്തെങ്കിലും ഒരു ദിവസം ഇരുന്നൊന്ന് വായിച്ച് അതിന്റെ തഫ്സീർ ഒന്ന് പഠിച്ച് അതിനെക്കുറിച്ച് ഇരുന്നൊന്ന് ആലോചിച്ച് അതിനെക്കുറിച്ച് തദബ്ബുർ ചെയ്യാൻ കഴിയാത്ത ആളുകൾ. സഹോദരങ്ങളെ, റമദാൻ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിനോട് നമുക്ക് കൂടുതൽ അടുക്കാനുള്ള അവസരങ്ങളാണ്. ഈ അവസരങ്ങളായി തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്താതെ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് ഫർജഅന, റബ്ബേ തിരിച്ചയക്കണേ, അമൽ സ്വാലിഹ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ആ സമയത്ത് അള്ളാഹ് ചോദിക്കുക, നിനക്ക് എത്ര റമദാൻ കിട്ടി? നിന്റെ ജീവിതകാലത്ത് എത്ര റമദാൻ കിട്ടി? റമദാനിൽ എത്ര നമസ്കാരങ്ങൾ കിട്ടി? എത്ര ക്ലാസ്സുകൾ നിനക്ക് കിട്ടി? എത്ര വിഷയങ്ങൾ നീ പഠിച്ചു? ഇതൊന്നും നിന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയില്ല. ഇനിയിപ്പോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വീണ്ടും ഒന്നും കൂടെ അയച്ചാൽ എന്തുറപ്പുണ്ട് നീ നന്നാവുമെന്ന്? അങ്ങനെ ഒരു ചോദ്യം വന്നാൽ എന്ത് മറുപടി പറയാനുണ്ട് സഹോദരങ്ങളെ? അതുകൊണ്ട് അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന ആളുകളായി നമ്മൾ മാറണം. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനിന്റെ 20 ദിവസങ്ങൾ നഷ്ടപ്പെട്ട ആളുകളുണ്ടാകും, ഖുർആൻ അധികം ഓതാൻ കഴിയാത്ത ആളുകളുണ്ടാവും, ഖുർആൻ അധികം പഠിക്കാൻ കഴിയാത്ത ആളുകളുണ്ടാവും, ഒരു ആയത്ത് പോലും ഹിഫ്ളാക്കാത്ത ആളുകളുണ്ടാവും. ഈ അവസാനം വരുന്ന 10 ദിവസം നമ്മൾ അതിനു വേണ്ടി മാറ്റിവെക്കണം, സമയങ്ങൾ മാറ്റിവെക്കണം, ഈ ദുനിയാവിന്റെ കുറച്ച് തിരക്കുകൾ മാറ്റിവെക്കണം. ഒരു അരമണിക്കൂർ നമുക്ക് മാറ്റിവെക്കാൻ കഴിയണം. നമ്മുടെ ലഞ്ച് ബ്രേക്ക് നമുക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാൻ കഴിയണം. ഒരു ദിവസം ഒരു ആയത്ത് വായിക്കുക, അതിന്റെ അർത്ഥം ഒന്ന് പഠിക്കുക, അതിങ്ങനെ കൂടുതലായി മനസ്സിലാക്കാൻ, അതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കാൻ. അള്ളാഹു എന്നോട് എന്താണ് ഈ ആയത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത്, എന്ത് മെസ്സേജാണ് അള്ളാഹു തആല ഈ ആയത്തിലൂടെ എനിക്ക് അറിയിച്ചു തരുന്നത് എന്നൊക്കെ ഇരുന്നൊന്ന് ആലോചിച്ച് പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. നമ്മുടെ ഇബാദത്തുകൾ കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ, നമ്മുടെ നമസ്കാരങ്ങൾ നമ്മൾ ശരിയാക്കണം. നമ്മുടെ നമസ്കാരത്തിൽ അത്തഹിയാത്ത് നമ്മൾ ചൊല്ലും, അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്ത്. ഇതിന്റെ അർത്ഥം ഒന്ന് പറയാൻ പറഞ്ഞാൽ നമുക്ക് എത്ര പേർക്ക്, ഞാൻ ഉൾപ്പെടെ നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും? കൃത്യമായിക്കൊണ്ട് ഓരോ വാക്കിന്റെയും അർത്ഥം നമുക്ക് പറയാൻ കഴിയും. നമസ്കാരത്തിലെ ഓരോ ലഫ്ലുകളും, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ലഫ്ലുകളും അള്ളാഹുവിനോടുള്ള മുനാജാത്താണ്, അള്ളാഹുവിനോടുള്ള സംഭാഷണമാണ്. നമ്മുടെ നമസ്കാരങ്ങളെ ക്ലിയർ ആക്കാൻ, നമ്മുടെ നമസ്കാരങ്ങളെ കൂടുതൽ ഖുശൂഉള്ളതാക്കി എടുക്കാൻ. അല്ലെ, മുനാഫിക്കുകളായ ആളുകളുടെ നമസ്കാരത്തെ പറ്റി സൂറത്തുൻ നിസാ പറഞ്ഞത് എന്താ പറഞ്ഞത്? വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, കുറച്ച് മാത്രമേ അവർ അള്ളാഹുവിനെ ഓർക്കുന്നുള്ളൂ. ആര്? മുനാഫിക്കുകളായ ആളുകൾ. നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ എത്ര കണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നുണ്ട്? കുറച്ച് മാത്രമാണ് എങ്കിൽ മുനാഫിക്കുകളും ഓർക്കുന്നുണ്ട് അള്ളാഹുവിനെ കുറച്ച് മാത്രം. അതുകൊണ്ട് നമ്മുടെ നമസ്കാരങ്ങൾ ഖുശൂ ഉള്ളതാക്കണം. ആദ്യം മുതൽ ഒരു അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ മുതൽ ആ അല്ലാഹു അക്ബറിന് ഒരു വെയിറ്റ് ഉണ്ടാകണം, അതിനൊരു എഫക്റ്റ് ഉണ്ടാകണം. അല്ലെങ്കിൽ വെറുതെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകലല്ലാതെ ഓരോന്നിനും അതിൻ്റെതായ പ്രാധാന്യം കൊടുത്ത് സുജൂദിന് കൂടുതലായി അള്ളാഹുവിനോട് ഞാൻ അടുക്കുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി സുജൂദുകളിലേക്ക് പോകാൻ, കൂടുതലായി ഇസ്തിഗ്ഫാറിനെ ചോദിക്കാനുള്ള അവസരങ്ങളാക്കി നമ്മൾ മാറ്റണം. ഈ റമദാൻ കഴിയുമ്പോഴും ആ റമദാനിന്റെ ചൈതന്യം നമുക്ക് ഉണ്ടാകണം. ആ റമദാനിൽ നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ സ്വഭാവത്തിന്റെ മാറ്റങ്ങൾ അത് റമദാൻ കഴിഞ്ഞാലും നിൽക്കണം. നമ്മുടെ നാവിന്റെ സംസാരങ്ങൾ അത് റമദാൻ കഴിഞ്ഞാലും നിൽക്കണം. അത്തരത്തിലുള്ള ആളുകളിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.